ഒരിക്കൽ നാദാപുരത്തുള്ള ഒരു സഹോദരന് രോഗം കൊണ്ട് വലിയ പ്രയാസം വന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ആ സമയത്ത് മുസുസ്താദിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അങ്ങനെ വലിയ പ്രയാസമുണ്ട്, രോഗം കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞ രോഗം ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, പനിയുണ്ട്, ഇങ്ങനെ നമുക്ക് എണ്ണാൻ കഴിയുന്ന എല്ലാ രോഗങ്ങളും ആ രോഗിക്കുണ്ട്. അപ്പോൾ ആ സമയത്ത് മുസുസ്താദ് പറഞ്ഞു, ഇന്ന് രാത്രി നിങ്ങളുടെ വീട്ടിൽ വെച്ച് ഇന്ന് CM വലുല്ലാഹിയുടെ ഒരു മൗലിദ് അങ്ങ് നടത്തിക്കോളി എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പരിഹാരമാവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു കൊടുത്തു, അന്ന് മെറ്റിച്ചൊരു അഹമ്മദ് ഹാജി അൽ ഖാദിരി മഹാനവർകൾ ഉണ്ടാക്കിയ CM വലുല്ലാഹിയുടെ പേരിലുള്ള മൗലിദുണ്ട്. കുറേ ടൈം എടുക്കും അത് ഓതാൻ, അത് ഫുള്ള് ഓതണം. ഇന്ന് രാത്രി അതങ്ങ് നടത്തിക്കോളി, അതിന് പരിഹാരം CM വലുല്ലാഹി പറഞ്ഞു തരുമെന്നാണ്, കാണിച്ചു തരുമെന്നാണ്. അങ്ങനെ ആ രോഗിയുടെ വീട്ടിൽ വെച്ച് അന്ന് രാത്രി ആ മൗലിദ് നടക്കുകയാണ്. ഒരു ഉസ്താദിനെ വിളിച്ച് ഏതാണ്ട് 2 മണിക്കൂറിനടുത്ത് സമയം ആ മൗലിദ് ഫുള്ള് ഓതാൻ വേണ്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് നിർവഹിച്ചു. അന്ന് രാത്രി ഈ രോഗി CM വലുല്ലാഹി മഹാനവർകളെ സ്വപ്നത്തിൽ കാണുകയാണ്. അസ്സലാമു അലൈക്കും. ബാക്കി കുറച്ചുകൂടി ഉണ്ട്, കേൾപ്പിക്കാം. ഇവിടെ പറയുന്നത് രോഗം സംബന്ധമായിക്കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ രോഗശമനത്തിന് വേണ്ടിയിട്ട് CM അബൂബക്കർ മടവൂരിന്റെ പേരില് മൗലൂദ് ഇല്ലെന്ന്. അത് ചില്ലറ മൗലൂദൊന്നുമല്ല, മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന വലിയ മൗലൂദാണ് എന്നുള്ളതാണ്. ഓക്കെ, നമുക്കത് അംഗീകരിക്കാം. എന്നാൽ ആരെ ഇത് പഠിപ്പിച്ചേ? അല്ല, ഈ മൗലൂദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന് മുമ്പ് തന്നെ ദീനുൽ ഇസ്ലാം എന്താണെന്ന് ഇവിടെ പരിപൂർണമായിട്ട് പഠിപ്പിച്ച് തന്നിട്ടാണ് പോയിട്ടുള്ളത്. അതിനുശേഷം മൗലൂദ് എന്ന് പറയുന്ന സാധനം വരുന്നത് വീണ്ടും 300 കൊല്ലം കഴിഞ്ഞിട്ടാണ്. അത് അവര് തന്നെ പറയാറുണ്ട്. മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. അപ്പോ 300 ശേഷം വന്ന സാധനം, അതിനു വേണ്ടിയിട്ട് അല്ല എന്തെങ്കിലും ചെയ്യും അല്ലെങ്കിൽ ചെയ്യില്ല എന്ന് എങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? റസൂലുള്ള പറഞ്ഞു തരുന്ന, പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങള് വഹീന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അത് മനസ്സിലാക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, അതനുസരിച്ച് ജീവിക്കുന്നുണ്ട്. ഇനി ഈ മൗലൂദ് കഴിക്കൽ എന്തിനുണ്ടായതാന്നൊക്കെ താഴെ തന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. മാലിക് മുല്ലഫർ ധീരനായൊരു രാജനാ, ഹിർബർ ഭരിച്ചവനാ, ബന്ധർമിഷ്ടനാ. ഹിർബർ ഭരിച്ചു എന്നുള്ളതാണ് ഒരു ക്വാളിറ്റി ഉള്ളത്. പിന്നെ ധർമ്മിഷ്ഠനാണ് എന്നാണ് പറയുന്നത്. കൊട്ടാരം വിദൂഷകർ അങ്ങനെ പറയുള്ളൂ. ക്രൂരനായ ഭരണാധികാരിയോടും താങ്കൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാൻ മടി കാണിക്കുന്ന പൗരോഹിത്യമുള്ള അല്ലെങ്കിൽ കൊട്ടാരം വിദൂഷകരുള്ള കാലമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇത് കഴിക്കുന്നത്? അതും താഴെ തന്നെ പറഞ്ഞിട്ടുണ്ട്. മൗലീദ് കഴിക്കുന്ന നാടയ്യായിരം, പൊരിക്കുന്നതോ കോഴിയും 10,000. ആട 5000 കൊത്തി അരിഞ്ഞിട്ട് കറി വെക്കും. പിന്നെ 10,000 കോഴി പൊരിക്കും. പൊരിക്കുക എന്ന് പറഞ്ഞാൽ ചില്ലി ചിക്കന്റെ സെറ്റപ്പ് ആയിരിക്കാം. അൽഫാം അവര് തുടങ്ങിയിട്ടില്ല തോന്നുന്നുണ്ട്. എന്തോട്ടെ, ഇതൊക്കെയാണ് ഇവരുടെ മൗലൂദ്. ഇനി അതാണ് മൗലൂദ് എന്ന് പറഞ്ഞല്ലോ. CMന്റെ പേരിൽ മൗലൂദ് ഉണ്ടായത് എപ്പോഴേ? ഇതപ്പോൾ 1990 90-നും ശേഷം, 93-നും ശേഷം അയാൾ മരിച്ചിട്ടാണല്ലോ മൗലൂദ് ഉണ്ടാകുക. അപ്പൊ മൗലൂദ് എന്ന് പറഞ്ഞിട്ട് വല്ലാതെ അങ്ങോട്ട് ഏറ്റി പറയൊന്നും വേണ്ട. എന്തായാലും ബാക്കി മൂപ്പര് പറയട്ടെ. യലൂർ അബൂബക്കറാണ്. ആ രോഗി പറയുന്നത് ഷർട്ട് ഇടാത്ത രൂപത്തില് തുണി നെഞ്ചിലേക്ക് കയറ്റി കൊടുത്ത് ഒരാൾ വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? ഞാനിങ്ങനെ സുഖമില്ലാത്തത് കൊണ്ട്, ഒരു രോഗം കാരണം. നിങ്ങൾക്ക് ആ അസുഖമില്ല, നിങ്ങൾക്ക് രോഗമില്ല. അപ്പൊ അയാൾ പറഞ്ഞു, എനിക്കിങ്ങനെ ഷുഗറും പ്രഷറും പനിയും എല്ലാ രോഗവും പറഞ്ഞു കൊടുത്തു. നിങ്ങൾക്ക് അസുഖമില്ല, നിങ്ങൾക്ക് വീട്ടിൽ പോവാം എന്നൊരു സ്വപ്നം ഈ രോഗി അന്ന് രാത്രി കാണുകയാണ്. മുസ്താദിനെ നേരിട്ട് പറഞ്ഞ അനുഭവമാണ്. അപ്പോ പിറ്റേന്ന് രാവിലെ സാധാരണ ഡോക്ടർ പരിശോധിക്കാൻ വരുന്ന രൂപത്തിൽ ഹോസ്പിറ്റലിൽ വന്നു. ഈ രോഗിയുടെ ഫയലെടുത്തിട്ട് ഡോക്ടർ പരിശോധിച്ചു. പനി പരിശോധിച്ചോ പനിയില്ല. പിന്നെ നോക്കുന്നത് പ്രഷർ നോക്കി, പ്രഷർ ഇല്ല. അങ്ങനെ ഓരോ ഇതിൽ ഈ ഫയലിൽ എഴുതി വെച്ച ഓരോ രോഗങ്ങളും ചെക്ക് ചെയ്തിട്ട് ഡോക്ടർ തന്നെ പറയാം, നിങ്ങൾക്ക് ഈ രോഗമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഡിസ്ചാർജ് ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, അന്ന് തന്നെ രാവിലെ, പിറ്റേന്ന് രാവിലെ 9 മണി 10 മണി സമയമായപ്പോൾ ഡോക്ടർ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യാണ്. CM വലുല്ലാഹി മഹാനവറുകളുടെ പേരിൽ ഈ മൗലിദ് നടത്തിയപ്പോൾ തന്നെ അന്ന് രാത്രി CM വലുല്ലാഹി മഹാനവറുകൾ വന്നിട്ട് സ്വപ്നത്തിലൂടെ പറഞ്ഞു, നിങ്ങൾക്ക് രോഗമില്ല, നിങ്ങൾക്ക് വീട്ടിൽ പോവാം എന്ന് പറഞ്ഞത് പിറ്റേന്ന് രാവിലെ അവിടെ എന്താകാണ്, സാധിക്കാവുകയാണ്.
അപ്പൊ ഇത്തരത്തിൽ ഒരുപാട് ആളുകൾക്ക് പറയും. ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ ഉസ്താദ് അവർകൾ നൽകുകയും അത് അതേപടി സ്വീകരിച്ചതിന് വലിയ ഫലം കാണുകയും ചെയ്യുന്ന ഒരവസ്ഥയായിരുന്നു. ഏതങ്ങളെ വിശ്വാസം, ഏതങ്ങളെ മതം, എന്താണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? പ്രിയമുള്ളവരെ, ഇവരെ ഈ രൂപത്തിലുള്ള പൊട്ടപ്പോയത്തങ്ങളും പച്ചക്കളവുകളും ഇതുപോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവർ വിശ്വസിപ്പിക്കുകയാണ്. ഇങ്ങനൊന്നും ഇല്ല മക്കളെ. അള്ളാഹുവിന്റെ ഹബീബിലൂടെ പറഞ്ഞു തന്നതാണ് ദീനുൽ ഇസ്ലാം. ആ ദീനുൽ ഇസ്ലാം ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി എന്ത് പേര് നുണ പറഞ്ഞാലും അത് നമ്മൾ അംഗീകരിക്കേണ്ടതില്ല. ഇവർ പ്രചരിപ്പിക്കുന്ന ആ ഒരു സംഭവം അത് വേറെന്തോണ്. യഥാർത്ഥ ഇസ്ലാമുമായിട്ട് ഇവർക്ക് പുലബന്ധം പോലുമില്ല. അത് മനസ്സിലാക്കുവാനും മുജാഹിദ് ബാലുശ്ശേരിയുടെ ചെറിയൊരു പ്രഭാഷണത്തിന്റെ ചെറിയൊരു ഭാഗം ഇവിടെ കാണിക്കുന്നുണ്ട്. കേൾക്കുക, കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും. വീഡിയോയിലേക്ക്. നമ്മുടെ നാട്ടിൽ കുറേ കറാമത്തിന്റെ കഥല്ലേ? നിങ്ങൾ ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ? കാന്തപുരത്തിന്റെ ഒരു കറാമത്ത് നിങ്ങൾ ആരെയും നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ശൈഖിന്റെ കറാമത്ത് നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ സക്കരിയ നബി കറാമത്ത് നേരിട്ട് കാണുക. ഇതാ പോയിന്റ് കേട്ടോ, നേരിട്ട് കാണുക. എന്നിട്ട് ചോദിച്ചോ സക്കരിയ നബി എന്താ ചെയ്തറിയോ? ഇനി മറിയം ബീവിയുടെ കറാമത്ത് വേഗം പറഞ്ഞു പോകുന്ന സമയത്തിന്റെ കുറവുണ്ട്. മറിയം ബീവിക്ക് കറാമത്തുണ്ടായി. കറാമത്തിൽ വിശ്വസിക്കാത്ത വിശ്വാസിയല്ല, കറാമത്ത് നിഷേധി വിശ്വാസി. പിന്നെന്താ പ്രശ്നം? സമസ്തയും മുജാഹിദും തമ്മിലുള്ള പ്രശ്നം എന്താ? പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കറാമത്ത് ഉണ്ട്, ആ കറാമത്തുള്ളവരോട് ചോദിക്കാം, കുഴപ്പമില്ല, അവർക്ക് അള്ളാഹു കൊടുത്ത കഴിവെന്ന് ചോദിക്കാം. ഇതാണ് സമസ്ത. കറാമത്തുള്ളതാണ്, അത് അവരുടെ കഴിവല്ല, അള്ളാഹു കൊടുത്തതാണ്. കറാമത്തിന്റെ ഉടമസ്ഥൻ അള്ളയാണ്, അതുകൊണ്ട് തേടേണ്ടത് അള്ളാഹു. ഇതാണ് സെൽഫികളുടെ വാദം. ഇതാണ് സക്കരിയ അലൈഹിസ്സലാമിന്റെ വാദം. സമസ്തയുടെ വാദം സക്കരിയ നബി തള്ളിക്കളഞ്ഞു. ഖുർആൻ കേട്ടോളൂ. ഖുർആന്റെ 3-ാം അധ്യായം 36. നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ എല്ലാവരും. ഖുർആനിലെ 3-ാം അധ്യായം 36-ാമത്തെ വചനം മുതൽ 42 വരെയുള്ള വചനം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഖുർആനിലെ 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാനിലെ 36-ാമത്തെ വചനം മുതൽ നമ്മളൊന്ന് വായിക്കുക. അതായത് മറിയം ബീവിക്ക് കറാമത്തുണ്ട് എന്നാണ് കേട്ടോ പറയുന്നത്, കറാമത്തില്ല എന്നല്ല. പക്ഷെ കറാമത്തുള്ളവരോട് ചോദിക്കാൻ പറ്റുമല്ലേ? അതാണല്ലോ സമസ്തയും നമ്മൾ തമ്മിലുള്ള വാചകം. അതിൽ അള്ളാഹു പറയാണ്, മൂസ അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാം, കഫായായിൻ സ്വാദ് ദിക്ർ റഹ്മത്തി റബ്ബിക അബ്ദഹു സക്കരിയ ഇദ്നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി വസ്തഅല റഅസു ശൈബാ വലം അകും ബിദുആഇക റബ്ബി ശഖിയ. ആലോചിച്ചോക്കേ. അപ്പോ ആ സക്കരിയ നബി അലൈഹിസ്സലാം മിഹ്റാബിൽ വരുമ്പോൾ നല്ലോണം മനസ്സിലായിക്കൊള്ളട്ടോ. അതായത് ആ സീസണിൽ ഇല്ലാത്ത ഫ്രൂട്ട്, ആ സീസണിൽ ഇല്ലാത്ത ഭക്ഷണം മറിയം ബീവിക്ക് അള്ളാഹ് ഇറക്കി കൊടുക്കുകയാണ്. ഇത് കണ്ടിട്ട് സക്കരിയ നബി അലൈഹിസ്സലാമിന് അത്ഭുതം കൂടി. കാരണം എന്താ? ഈ ഫ്രൂട്ട് ഒന്നും ഇപ്പൊ ഉണ്ടാവേണ്ടേ അല്ല, വേറെ കാലത്ത് ഉണ്ടാവേണ്ടയാണ്. അതുകൊണ്ട് ഇത് മറിയമിന് കഴിയില്ല. അതുകൊണ്ട് മറിയമിനോട് ചോദിക്കുകയാണ്, നമ്മൾ ഖുർആനിൽ പഠിക്കും അങ്ങനെയാണ്. ഇത് എവിടുന്ന് കിട്ടി മറിയമേ? ഇനി ചിന്തിക്കാനുള്ള ഒരു പോയിന്റാണ് ബാക്കി വരുന്നത്. ആ ആയത്തിൽ ബാക്കി വരികയാണ്, അന്നാലക്കി ഹാദ, ഇത് എവിടുന്ന് കിട്ടി? അപ്പൊ മറിയം ബീവി സമസ്തക്കാരി ആയിരുന്നോ അല്ലേ നാട്ടോ പരിശോധിക്കുന്നത്? സക്കരിയ നബി അതായിരുന്നു. ഇതിങ്ങനെ പരിശോധിക്കുന്നത് ഇത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാം. സക്കരിയ നബി ചോദിക്കാണ് അന്നാലക്കി ഹാദ, മറിയം ബീവി സമസ്തക്കാരിയാണ് എന്താ പറയേണ്ടത്? അതോ ഞാനൊരു മുന്തിയ ബീവിയാ, ഭയങ്കര കറാമത്തിന്റെ ഉടമയാ ഞാൻ, എന്റെ കാര്യം എന്താ ഇതൊന്നല്ല, ഇതൊക്കെ അപ്പുറത്ത് എന്തൊക്കെ ചെയ്യാണ്ട്, നിങ്ങൾ തൽക്കാലം ഞങ്ങൾക്ക് പന്തലൊക്കെ കെട്ടി കുറച്ച് അനൗൺസ്മെന്റ് കൊടുക്കി ആളുകൾ വരട്ടെ എന്ന് പറഞ്ഞോ? ഇല്ലെന്ന് മാത്രമാണോ? അല്ല, തനിക്ക് ഇതിലൊരു ബന്ധവുമില്ലെന്നും താനല്ല ഇത് ചെയ്യുന്നതെന്നും ഇത് അല്ലാഹ് മാത്രം പ്രകടിപ്പിക്കുന്നതാണെന്നും മറിയം ബീവി ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമസ്ത ഉസ്താദുമാരെ കുറിച്ച് നിങ്ങൾ ആത്മാർത്ഥമായി ചിന്തിക്കുക, നിങ്ങൾ അവരെ കൈയൊഴിയുക, നിങ്ങൾ അവരിൽ നിന്ന് രക്ഷപ്പെടുക. എനിക്കതിൽ പറയണം. എന്താ അവർ പറയുന്നത് അറിയോ? അവര് പറഞ്ഞു, മറിയം ബീവി പറഞ്ഞു, ഹുവ മിൻ ഇൻദില്ലാ, നിന്റെ കഴിവാന്നല്ല, എനിക്കെന്തൊക്കെ കറാമത്ത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല, ഇത് അല്ലാഹ് തന്നതാ. അവൻ ഉദ്ദേശിക്കുന്നവർ കണക്കില്ല. അപ്പൊ പൂർണ്ണമായിട്ട് അല്ലാഹുവിലേക്ക്. അപ്പൊ മറിയം ബീവിയുടെ കറാമത്ത് അല്ല. ഇനി സക്കരിയ നബി വഹാബിയാണോ സമസ്തയാണോ അതോട് പരിശോധിക്കാട്ടോ. കറാമത്ത് ഇനി വേറൊന്നുമല്ലോ, അത് ഇതിനോട് ആഡ് ചെയ്യാം. നമ്മുടെ നാട്ടിൽ കുറേ കറാമത്തിന്റെ കഥല്ലേ? നിങ്ങൾ ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടോ? കാന്തപുരത്തിന്റെ ഒരു കറാമത്ത് നിങ്ങൾ ആരെയും നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ശൈഖിന്റെ കറാമത്ത് നിങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ സക്കരിയ നബി കറാമത്ത് നേരിട്ട് കാണുക. ഇതാ പോയിന്റ് കേട്ടോ, നേരിട്ട് കാണുക. എന്നിട്ട് ചോദിച്ചോ സക്കരിയ നബി എന്താ ചെയ്തറിയോ?
സക്കരിയ നബി മനസ്സിലാക്കണം ഇവിടെ എന്താ സന്ദർഭം. ഫ്രൂട്ട് ഇല്ലാത്ത കാലത്ത്, ആ ഫ്രൂട്ട് ആ കാലത്തല്ല, അതുപോലെ ആ ഭക്ഷണം ആ കാലത്ത് ഇല്ലാത്ത, ആ ഭക്ഷണം ഹാജരാക്കി കൊടുക്കാൻ അള്ളാഹ്ക്ക് കഴിയെങ്കിൽ എൻ്റെ ഭാര്യ വന്ധ്യയായിക്കോട്ടെ, എൻ്റെ തലമുടി നിരബാധിച്ചോട്ടെ, എനിക്ക് കുട്ടിനെ തരാൻ പടച്ചോന് കഴിയും. കണ്ടോ, മറിയം ബീവിനെ വിട്ടു, മറിയമേ നീ എനിക്ക് കുട്ടിനെ തരണേന്നല്ല, മറിയമേ നീ എനിക്ക് കുട്ടിനെ, ആ പ്രാർത്ഥന ഒന്ന് കേട്ടെ. ഹുനാലിക ദആ സക്കരിയ റബ്ബഹു, ഹുനാലിക ദആ സക്കരിയ റബ്ബഹു ഖാല റബ്ബി ഹബ് ലീ മിൻ ലദുൻക ദുർരിയതൻ തയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. ഇനി സക്കരിയ നബി സമസ്തക്കാരനാണെങ്കിൽ എങ്ങനെ വരും? ഹുനാലിക ദആ സക്കരിയ, മറിയം അവിടെ വെച്ച് മറിയമിന്റെ കറാമത്ത് വെച്ച് സക്കരിയ നബി തേടി എന്നല്ലേ വരുന്നുണ്ട്. പക്ഷെ അള്ളാന്റെ ഖുർആനിൽ അള്ളാനോട് തേടി. ഉറങ്ങാൻ കഴിയിട്ടോ വല്യമാരെ, നിങ്ങൾക്ക് ഇന്ന് വലത്തോട്ട് എടുത്തോട്ട് മറിഞ്ഞും തിരിഞ്ഞും കിടക്കണ്ടേ ഈമാന്റെ അക്കാണിശ ഹൃദയത്തിലുണ്ടെങ്കിൽ. അപ്പൊ കറാമത്തുണ്ട്, പക്ഷെ അതൊന്നും ചോദിക്കാൻ പറ്റില്ല. കറാമത്ത് അവരുടെ കഴിവല്ല, അവരുടെ കഴിവല്ല. ഇനി ആലോചിക്കാം,